ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ സ്വർഗം ലഭിക്കുമോ നരകം ലഭിക്കുമോ എന്നറിയാൻ ഒരൊറ്റ വഴിയുണ്ട്. ആ വഴി എന്താണ്? ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ, നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കെ, ഈ ഓഡിറ്റോറിയം ഒന്നാകെ താഴേക്കാണ് വീണു എന്ന് വെക്കുക. ഞാനടക്കം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടു മരിച്ചു എന്ന് വെക്കുക. ആ സമയത്ത് നമ്മൾ ഇതുവരെ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നുമില്ല എന്ന് നമ്മൾക്ക് ഇന്ന് പറയാൻ കഴിഞ്ഞാൽ, തൗഹീദും ആരാധനയും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് സ്വർഗ്ഗം ഉണ്ടാകും. അല്ല, നമ്മൾക്ക് തൗഹീദുണ്ട്, നിസ്കാരമുണ്ട്, പക്ഷെ നമ്മുടെ ഫോണും നമ്മുടെ ലാപ്ടോപ്പും നമ്മുടെ ടാബും നമ്മുടെ റൂമും നമ്മുടെ ഹെഡ്സെറ്റും നമ്മുടെ ജനലകളും നമ്മൾക്കെതിരെ അള്ളാഹുവിനോട് എതിർത്തിട്ടാണ് പറയുന്ന അവസ്ഥയെങ്കിൽ നമ്മുടെ ജീവിതം നരകത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. നട്ടപ്പാതിരക്കോ നട്ടുച്ചക്കോ ആരുമില്ലാത്ത സമയത്തോ എവിടേക്കെങ്കിലും പോകുന്ന സമയത്തോ റൂം എടുക്കുക, വാതിൽ കുറ്റിയിടുക, പാസ്വേഡുകൾ ഓപ്പൺ ആക്കുക, എന്നിട്ടാരും കാണാതെ തോന്നിവാസം കാണുക. അതിനനുസരിച്ച്, ഞാൻ ആവർത്തിച്ചു പറയുന്നു, മുമ്പൊന്നും ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനനുസരിച്ച് തോന്നിവാസത്തിനനുസരിച്ച് ശരീരത്തിൽ പ്രവർത്തിക്കുക. തോന്നിവാസത്തിനനുസരിച്ച് ആൺകുട്ടിയും പെൺകുട്ടിയും സ്വന്തം ശരീരത്തിൽ തോന്നിവാസം ചെയ്യുക, എന്നിട്ടതൊരു വിപ്ലവമായി കാണുക. അറിയുമോ സഹോദരങ്ങളെ, ഞാനിങ്ങനെ ഫോണിലെ ഒരു തോന്നിയാസകനെ കാണാൻ, വാതിൽ കുറ്റിട്ടുണ്ട്, കർട്ടൻ താഴ്ത്തിയിട്ടുണ്ട്, ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്, ആരും കാണുന്നില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ, ആ കാണുന്നതിനിടയിൽ ബാക്കിൽ നിന്ന് ചെറിയൊരു അനക്കം എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ വാപ്പിമ്മി നോക്കി നിൽക്കുകയാണ്. ഞാൻ ഈ കാണുന്ന തോന്നിവാസം ഉണ്ടല്ലോ, ഞാൻ മറ്റൊരാൾക്ക് വീഡിയോ കോളിലൂടെ വിളിച്ചിട്ട് കാണിക്കൊടുക്കുന്ന മേനുണ്ടല്ലോ, അതിൻ്റെ ബാപ്പിമ്മി 5 മിനിറ്റായിട്ട് നോക്കി നിൽക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? നമ്മൾ ഈ ഫോൺ അവിടെ ഇടും, ഓടും. പിന്നെ വാപ്പാനിമാനും വീട്ടിലും കയറാൻ നമുക്ക് കഴിയില്ല. കാരണം ഇനി മുതൽ ഉമ്മ ഇതുവരെ നമ്മളെ കണ്ട പോലെയാകൂല കാണുക. എങ്കിലറിയണം, നമ്മൾ എന്തൊക്കെ പാസ്വേഡും ലോക്കും ക്ലിയർ ഹിസ്റ്ററിയും വെച്ച് എന്തൊക്കെ മായ്ച്ചാലും നമ്മളൊരു തോന്നിവാസം, ജീവിതത്തിൽ തോന്നിവാസം, എന്ത് ഹറാമുകൾ കാണുമ്പോഴും എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്യുമ്പോഴും 3 ആളുകൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. 3 ആളുകൾ, പടച്ചോൻ, 2 മലക്കുകൾ. നമ്മൾ കാണുന്ന ഓരോ തോന്നിവാസവും, ബാത്റൂമിൽ പൈപ്പ് തുറന്നിട്ട് ശബ്ദം പുറത്ത് കേൾക്കാത്ത വിധം നട്ടപ്പാതിരക്ക് വഞ്ചിച്ച് മറ്റൊരാൾക്ക് കോൾ ചെയ്യുന്ന വീഡിയോ കോളടക്കം 3 ആളുകൾ ലൈവായി കാണുന്നു, റെക്കോർഡ് ചെയ്യുന്നു. നാളെ പരലോകത്ത് യൗമ തുബ്ല സറായിർ, പരലോകത്ത് മുഴുവൻ അല്ലാഹ് കാണിച്ചു കൊടുക്കും. നമ്മൾ അഴിച്ചിട്ടതും അഴിച്ചു കണ്ടതും നമ്മൾ അതിൻ്റെ ഭാഗമായി ചെയ്ത തോന്നിയാസം ബാപ്പാനിമ്മാനും നാട്ടുകാരും മുഴുവൻ വെച്ചല്ല കാണിച്ചു കൊടുക്കും. സഹോദരങ്ങളെ, ഹറാമിൽ നിന്ന് മാറുക. ഫോണും ടാബുകളും ലാപ്ടോപ്പുകളും രഹസ്യ ജീവിതവും സംശുദ്ധമാക്കുക.